കേൾക്കാവോ? കേൾക്കാം സാർ, സംസാരിച്ചോളൂ. താങ്ക് യു സാറേ. ഞാനൊരു പ്രവാസിയാണ്. ഞാൻ ഖത്തറിൽ നിന്നാണ് സംസാരിക്കുന്നത്. കമ്മീഷൻ അംഗങ്ങൾക്ക് നമസ്കാരം. ഞാനൊരു KDSPC അംഗം കൂടിയാണ്. ഒരുപാട് ആൾക്കാർ ഞാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് ഔട്ടിലേക്ക് സംസാരിച്ച് കഴിഞ്ഞു. എങ്കിലും എനിക്ക് കമ്മീഷനോടൊരു ഒരു കാര്യം കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് അറിയാൻ ആഗ്രഹിക്കുന്നത്, ഞാനൊരു ടൗണിന്റെ ബോർഡറിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏകദേശം ഈ ടൗണില് കാലത്ത് 7:30 തൊട്ട് രാത്രി 6 മണി വരെയാണ് ഈ ടൗണിൽ വർക്ക് ചെയ്യുന്നത്. അത്രയും ഹ്യൂജ് ഇലക്ട്രിസിറ്റി ഇൻജെക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു KCBക്ക് ലൈനിലേക്ക് ഞാൻ എന്ന ഒരു പ്രൊസ്യൂമേഴ്സ് ഏകദേശം ഒരു 18 യൂണിറ്റ് നല്ല കാലാവസ്ഥയുള്ള സമയത്ത് ഗ്രിഡിലേക്ക് കൊടുക്കുമ്പോൾ എൻ്റെ ഒരു കോൺട്രിബ്യൂഷന് വാല്യൂ ഉണ്ടോ ഇല്ല എന്നൊരു ചോദ്യം എനിക്ക് കമ്മീഷൻ അംഗങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ നെറ്റ് മീറ്റർ നിലനിർത്തുവാൻ ഞാൻ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ KCBക്ക് കൊടുക്കുമ്പോൾ ടൈമോടി ബില്ലനുസരിച്ച് എനിക്കൊരു 6 to 10 വരെ വേറൊരു അധിക റേറ്റ് ഇട്ടിട്ടൊരു ഒരു നിരക്ക് ചെയ്യുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് സാറ്. അപ്പൊ നെറ്റ് മീറ്റർ സംവിധാനം നിലനിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്തൊരു പോയിന്റ് ഉള്ളത് സാറ്, 2019-ലും 2020, 2021 ലോഡ് ഷെഡിങ് ഇവിടെ നടന്നിരുന്നു. ഗ്രാമീണ മേഖലകളിൽ ഒരു 6 തൊട്ട് 10 വരെയൊക്കെ സ്റ്റെപ്പ് ലോഡ് ഷെഡിങ്ങും പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടുന്ന ഒരു കാലത്ത് നിന്ന് ഇന്ന് ലോഡ് ഷെഡിങ് എന്നൊരു സബ്ജക്റ്റ് ഇല്ല. അത്തരമൊരു അവസ്ഥയിലേക്ക് KCB എത്തുവാനുള്ള കാരണം എന്താണ്? അതിൽ സോളാർ പ്രൊസ്യൂമേഴ്സിന്റെ കോൺട്രിബ്യൂഷന് വാല്യൂ ഉണ്ടോ? അതും കൂടി ഒന്ന് വ്യക്തമാക്കണം ആഗ്രഹിക്കുന്നു ഞാൻ. ഷെഡിങ് സാധാരണ എത്ര മണി തൊട്ട് എത്ര മണി വരെ ആയിരുന്നു? 6 to 9 വരെ പല ഹാഫ് അവർ വെച്ചിട്ട് ഇങ്ങനെ KCB ഇങ്ങനെ ലോഡ് ഷെഡിങ് നടത്തിക്കൊണ്ടിരുന്നു സാറേ. ആ സമയത്ത് സോളാറിന് ഉത്പാദനം ഉണ്ടോ? അല്ല, അതാ ചോദിക്കണം, ഞങ്ങളുടെ കോൺട്രിബ്യൂഷന് വാല്യൂ ഉണ്ടോ? ഇപ്പൊ ആ സമയത്ത് ഉത്പാദനം ഉണ്ടെങ്കിലല്ലേ വാല്യൂ വരിക. ആ സമയത്തെ കാര്യമല്ല, ഇന്ന് അങ്ങനത്തെ ഒരു പ്രതിഭാസം നമ്മൾ അനുഭവിക്കുന്നില്ലല്ലോ. അപ്പൊ ഞങ്ങളുടെ കോൺട്രിബ്യൂഷന് വാല്യൂ തരണം എന്നാണ് എന്റെ റിക്വസ്റ്റ്. പിന്നെ ആ സമയത്ത് ഉത്പാദനം ഇല്ലാത്തതിന് എങ്ങനെ ആ സമയത്ത് വാല്യൂ തരിക? അല്ല, ഇപ്പൊ അങ്ങനത്തെ ഒരു KCB അങ്ങനെ ഒരു പ്രതിഭാസത്തെ അഭിമുഖീകരിക്കാത്തതിന്റെ കാരണം ഞങ്ങൾ എന്ന പ്രൊസ്യൂമേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. അങ്ങ് ലോഡ് ഷെഡിങ് മാറിയതിനകത്ത് സോളാർ ഉത്പാദനത്തിന് വല്ല കോൺട്രിബ്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പം എനിക്കത് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങക്ക് വേണമെങ്കിൽ എന്റെ ധാരണ തെറ്റാണെങ്കിൽ അങ്ങക്ക് തിരുത്താനുള്ള സമയമാണിത്. കാരണം ഇപ്പൊ ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഏകദേശം 1,20,000 അത്ര മെഗാവാട്ട് യൂണിറ്റ് ആണ് ഞങ്ങൾ ഗ്രിഡിലേക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് വൈകുന്നേരം ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്ന സമയത്തേക്ക് അതിൽ നിന്നൊന്നും കിട്ടുന്നില്ലല്ലോ. അതല്ല ഞാൻ മുൻകൂട്ടി പറഞ്ഞൊരു ടൗൺ ഏരിയയിൽ ഞാൻ കൊടുക്കുന്ന 18 അല്ലെങ്കിൽ 17 യൂണിറ്റ് ആ സമയത്ത് ഗ്രിഡിലേക്ക് കൊടുക്കുമ്പോൾ അത്രയും കറണ്ട് ഇഞ്ചക്ട് ചെയ്യാണ്ട് ആ ഗ്രിഡിനെ ബാലൻസ് ചെയ്യാൻ ഞാനെന്ന കൺസ്യൂമർ നമുക്ക് അതങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ വല്ല മാർഗവുമുണ്ടോ? അത് KCB ചെയ്യാം. സ്റ്റോറേജിന്റെ ഫെസിലിറ്റീസ് കണ്ടെത്തണം. അതിനൊരു ചെലവില്ലേ? KCB ചെയ്യുമ്പോൾ ആ ചെലവ് വഹിക്കേണ്ടത്? ആ ചെലവ് ആരാണ് വഹിക്കേണ്ടത്? നമ്മുടെ ഗവൺമെന്റുകൾ വഹിക്കണം. അതിന് റിക്വസ്റ്റ് ആണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. അതിനുള്ള സംവിധാനങ്ങൾ, ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. ഗവൺമെന്റ് വഹിക്കണം, ടാക്സ് പേയേഴ്സ് വഹിക്കണം എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. അല്ല, KSR നിങ്ങൾ കമ്മീഷൻ അതിനൊരു സജഷൻ ഉണ്ടാവുമല്ലോ. സാറേ, ഞങ്ങൾ 2 വർഷം മുമ്പ് ഇത് കൊണ്ടുവയ്ക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് എന്തെല്ലാം ഓഫറുകളായിരുന്നു. ഞങ്ങൾ തന്നെ ഈ വക സാഹചര്യങ്ങളിലേക്ക് എത്തിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് ലോൺ എടുത്തു. 50 ഡിഗ്രി പുറത്ത് ചൂടുണ്ട് സാറേ. അത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ ഉണ്ടാക്കി ഇത് പെരപ്പുറത്തിന്റെ മുകളിൽ കൊണ്ടുവച്ച് അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ബെനിഫിറ്റിന് വേണ്ടി മാത്രമായിരിക്കും ഞങ്ങൾ ചെയ്യുന്നത്. ആ ബെനിഫിറ്റ് നിർദ്ദേശങ്ങൾ ഉള്ളത് അങ്ങ് അത് വായിച്ച് റെഗുലേഷൻ വായിക്കാൻ അവസരം കിട്ടിയിരുന്നോ? ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് നിയമങ്ങൾ. ഒരു ബാങ്കിങ് സംവിധാനം ഇയറിൽ നിന്ന് മാസത്തിലേക്ക് മാറ്റുന്നു. സമയമാണ് അങ്ങ് ചോദ്യം ചോദിക്കണം. അങ്ങക്ക് ഇത്തരം കാര്യങ്ങളിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. അത് പുനഃപരിശോധിക്കണം. ഇയർലി മീറ്റിംഗ് ഇയറിംഗ് ബാങ്കിങ് സംവിധാനം ആക്കണം എന്ന് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട് കമ്മീഷൻ മുമ്പാകെ. ശരി, ഓക്കെ, താങ്ക് യു സാർ. എന്റെ സംശയങ്ങളും എന്റെ നിർദ്ദേശങ്ങളും കേട്ടതിന് താങ്ക്സ് കേട്ടോ. താങ്ക് യു സർ.